യോഗ തീരുമാനത്തിന്റെ വിവരങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പുറത്തു വന്ന ആ ഒരു റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ പറയുന്ന 2-3 കാര്യങ്ങൾ ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് NSS SNDP ഐക്യം അത് മുൻകാലങ്ങളിൽ പല കാരണങ്ങളാലും അത് നടപ്പായിട്ടില്ല. ആ പല കാരണങ്ങളാൽ അത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുക. കാരണം സമദൂരത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുമാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏതോ കാര്യം നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തർക്ക വിഷയങ്ങൾ ഉന്നയിക്കേണ്ട, യോജിപ്പുള്ള വിഷയങ്ങളിൽ യോജിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇതിനിടയിൽ ഏതോ ഒരു കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണോ നമുക്ക് മനസ്സിലാക്കാൻ. ഈ NSSനും SNDPക്കും ഇടയിൽ നിരന്തരമായി തർക്കങ്ങൾ ഉണ്ടാകുന്ന സംവരണ വിഷയത്തിലായിരുന്നു മുൻകാലങ്ങളിൽ. അത് പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് ഇപ്പോൾ ജി സുകുമാരൻ നായരും അതുപോലെ PK നാരായണ പണിക്കരും രണ്ടുപേരും NSSന്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന സമയത്ത് സമാനമായ ഐക്യനീക്കം നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. ഒരുമിച്ച് വേദി പങ്കിടുന്ന സാഹചര്യം വരെ ആ ഐക്യനീക്കം പോവുകയും ചെയ്തിരുന്നു. ഇരു നേതാക്കളുടെയും ജി സുകുമാരൻ നായരുടെയും PK നാരായണ പണിക്കരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഫ്ലെക്സുകൾ ഉയർത്തി NSSന്റെയും SNDPയുടെയും പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് ആഘോഷമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സംയുക്ത സമ്മേളനങ്ങൾ നടക്കുന്ന തരത്തിൽ പോലും കാര്യങ്ങൾ എത്തിയതാണ്. ആ സമയത്തൊക്കെ സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഉയർന്നു വരാറുള്ളതും ഭിന്നതയിലേക്ക് പോകാറുള്ളതും. അന്നും NSSനെയും SNDPയെയും തമ്മിൽ അടുപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നായിരുന്നു പിന്നീട് ഈ ഐക്യനീക്കം പരാജയപ്പെട്ടപ്പോൾ ഇരു നേതൃത്വവും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തുടക്കത്തിൽ തന്നെ അത്തരമൊരു സമീപനം ഉണ്ടാകാതിരിക്കാൻ തർക്ക വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല. തന്നെയുമല്ല, സംവരണം പോലുള്ള വിഷയങ്ങൾ ഇപ്പോൾ അത്രത്തോളം ഈ സമുദായങ്ങൾക്കിടയിൽ ചർച്ചയല്ല എന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും NSSന്റെ ജനറൽ സെക്രട്ടറിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാനെന്നായിരുന്നു അന്ന് ഈ നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ തന്നെയുമല്ല, മറ്റ് ഈ ഐക്യനീക്കങ്ങൾ അത് മന്നത്തിൻ്റെ കാലം, ഇപ്പോൾ ആർ ശങ്കർ മന്നം കാലം തൊട്ട് ഇങ്ങോട്ട് വന്ന ഐക്യനീക്കങ്ങൾ ഏറെ മുന്നോട്ട് പോയി ഒരു പോയിന്റിൽ തട്ടി നിൽക്കുകയാണ്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ആദ്യ ചർച്ച രണ്ടുപേരും 2 കേന്ദ്രങ്ങളിൽ ഇരുന്ന് നടത്തി ഫോണിലൂടെ നടത്തിയ ചർച്ചകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോയില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ആദ്യ സൂചനകൾ കണ്ടപ്പോൾ തന്നെ അതിൽ നിന്ന് NSS പിന്മാറുകയാണ് എന്നറിയിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, സമദൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിൽ സമദൂരമാണ് NSSന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുതന്നെയാണ്. ഈ ഐക്യനീക്കം സമദൂരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ NSSന് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുമെന്ന് NSS കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള എന്ത് സൂചനയാണ് ഇപ്പോൾ വന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാനാണ് ഈ ഐക്യനീക്കം എന്ന ഒരു നിരീക്ഷണം പല കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. NSSനും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അതിൽ NSS ജനറൽ സെക്രട്ടറി തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. അദ്ദേഹം മാധ്യമങ്ങളുമായി കാണുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുമെന്ന് കരുതാം. വിജയകുമാർ, ടോബി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോബി, ഈ വളരെ കുറച്ച് വാക്കുകളിൽ ആ യോഗ തീരുമാനം നമുക്കറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏത് രീതിയിലാണ് ചർച്ചകൾ പോയത്? എന്ത് കാരണങ്ങളാലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് NSS എത്തിയത്? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് വ്യക്തമായിട്ട് പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ UDF കൺവീനർ ആയാലും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിനൊരു വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഏതെങ്കിലും പ്രതികരണങ്ങളുണ്ടോ? ഈ യോഗത്തിൽ ഉണ്ടായ ചർച്ചകൾ, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇതിനോട് യോജിപ്പുണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു കാര്യം അവതരിപ്പിച്ചു, SNDP ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അതിന് എങ്ങനെയാണ് നമുക്കത് ഐക്യത്തിന് തയ്യാറാണോ അല്ലെങ്കിൽ ഐക്യത്തിലേക്ക് പോകണോ എന്നുള്ള കാര്യം സുകുമാരൻ നായർ ഈ അംഗങ്ങളുടെ മുന്നോട്ട് വെച്ചു. പക്ഷെ അതിനോട് ഭൂരിഭാഗം പേരും എതിർപ്പാണ് പറഞ്ഞത്. കാരണം സമദൂര നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു നിലപാടിലേക്ക് അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ മതി, ഐക്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. സ്മിത, കുറച്ചുനാൾ കൂടി നമുക്ക് ഒന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. അത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നു. അന്നാണ് സുകുമാരൻ നായർ നിർണായകമായിട്ടുള്ള ഒരു നിലപാട് മാറ്റം എടുത്തത്. അതായത് സംസ്ഥാന സർക്കാർ നിലപാട് ശബരിമലയിൽ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകാം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു. ഇതേ തുടർന്ന് വലിയ പൊട്ടിത്തെറികൾ NSSന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. NSSനുള്ളിൽ പ്രതിഷേധം സുകുമാരൻ നായർക്കെതിരെ ഉയരുന്ന കാഴ്ചകൾ കണ്ടു. പല കരയോഗങ്ങളും പ്രതിഷേധം മുന്നോട്ട് വെച്ചു. അത്
പക്ഷെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു. അന്നും സമാനമായ രീതിയിൽ ഒരു ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ചു ചേർത്തിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ആ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം പറയുന്നത്. അതായത് വിഷയാധിഷ്ഠിതമാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. മറ്റ് രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് സമദൂരം തന്നെയാണെന്നുള്ള ഒരു കാര്യത്തിലേക്ക് അന്ന് സുകുമാരൻ നായർ വരുന്നു. അതായത് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചൊരു നിലപാടല്ല രാഷ്ട്രീയ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ഡയറക്ടർ ബോർഡ് കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരുന്ന കാഴ്ച കണ്ടു. അതായത് നിർണായകമായിട്ടുള്ള നിലപാടുകൾ ഈ ചർച്ചകൾ ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐക്യത്തിന്റെ ചർച്ചകൾ വന്നപ്പോഴും ഡയറക്ടർ ബോർഡ് യോഗമാണ് തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ നേതൃത്വം ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കൂവെന്ന് അന്ന് തന്നെ സുകുമാരൻ നായർ വ്യക്തമായി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഐക്യം എന്ന് പറയുന്നതിനോട് NSSന് അനുകൂല ഒരു നിമിഷം ടോബി, ഇത് NSS ജനറൽ സെക്രട്ടറി ഒരു തീരുമാനമെടുത്താൽ അത് പരസ്യമായി പറഞ്ഞാൽ അതിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു ചർച്ച NSSന്റെ ഡയറക്ടർ ബോർഡിൽ നടക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ജി സുകുമാരൻ നായർ പരസ്യമായി ഒരു തീരുമാനമെടുക്കുന്നു, അത് 2-3 വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം അത് വിശദീകരിക്കുന്നു, അതിൽ ആ ചർച്ച ഏറെ മുന്നോട്ട് പോകുന്നു. തുഷാർ വെള്ളാപ്പള്ളി പെരുന്നയിലെത്തുമ്പോൾ ഊഷ്മളമായി അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് പറയുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഐക്യനീക്കം നടപ്പാക്കുമെന്ന് പറയുന്നു. തർക്കമുണ്ടാകുന്ന വിഷയങ്ങൾ ഉന്നയിക്കുന്നില്ല, യോജിപ്പിന്റെ വിഷയങ്ങളിലാണ് മുന്നോട്ട് പോവുക എന്ന് പറയുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ ഐക്യം എന്ന SNDP യോഗത്തിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ പെരുന്നയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? തന്നെയുമല്ല, ജി സുകുമാരൻ നായരെ പോലെ ഒരാൾ ഒരു ജനറൽ സെക്രട്ടറി തീരുമാനമെടുത്താൽ ഡയറക്ടർ ബോർഡ് അദ്ദേഹത്തെ തിരുത്തിക്കും എന്ന് ഇപ്പോഴത്തെ NSSന്റെ പ്രവർത്തന രീതി വെച്ച് നമുക്ക് എങ്ങനെയാണ് ടോബി വിലയിരുത്താൻ കഴിയുക? അത് ഈ വാർത്താക്കുറിപ്പിനെ നിഷ്കളങ്കമായി നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് വേണമെങ്കിൽ അത് പറയാം, അതിനപ്പുറത്തേക്ക് ആലോചിച്ചാൽ. തീർച്ചയായിട്ടും വിജയകുമാർ, അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയപ്പോൾ തന്നെ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ വ്യക്തിപരമായ നിലപാടാണ് താൻ പറയുന്നത്. NSS SNDP ഐക്യം കാലഘട്ടത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ്, അതിനപ്പുറത്തേക്ക് തീരുമാനമെടുക്കേണ്ടത് ഡയറക്ടർ ബോർഡ് യോഗമാണെന്നുള്ള കാര്യം അദ്ദേഹം അന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്, ഈ ആഗോള ശബരിമല സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. പല കരയോഗങ്ങളിലും പ്രതിഷേധ പോസ്റ്ററുകൾ വരുന്നു. അതൊക്കെ ഒറ്റപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പോലും പല സ്ഥലങ്ങളിലും NSS ആസ്ഥാനത്തേക്ക് ഒരു വിഭാഗം മാർച്ച് നടത്തുന്നു. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഈ രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ ആ പ്രസ് മീറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെയും BJPയെയും നഖശികാന്തം എതിർക്കുന്ന അല്ലെങ്കിൽ ശക്തമായി അവരെ വിമർശിക്കുന്ന സുകുമാരൻ നായരെയാണ് കണ്ടത്. ഇതെല്ലാം ഒരുപക്ഷെ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.